ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുക്കറിൽ ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ബീഫ് ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിൽ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വലിയ കഷ്ണം പട്ട ചെറുതാക്കി പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 8 ഗ്രാമ്പു ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 8 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഫെനൽ സീഡ്സ് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ മസാലകളൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 8 സവാള കനം കുറച്ച് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 2 ബേ ലീഫിൻ്റെ ഇല മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ പട്ടയും ഗ്രാമ്പുമൊക്കെ ചേർത്തപ്പോൾ ചേർക്കേണ്ടതായിരുന്നു കേട്ടോ, ഞാനത് വിട്ടുപോയതാണ്. ഞാനിവിടെ പച്ച ബേ ലീഫിൻ്റെ ഇലയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉണങ്ങിയ ഇല ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 15 ചെറിയുള്ളിയും ഒരു 6 പച്ചമുളകും ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബീഫിലേക്കുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ സവാളയൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് എരിവിനായിട്ട് കുരുമുളക് പൊടിയും പച്ചമുളകുമാണ് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി കുറച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര്, പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു തക്കാളി പേസ്റ്റാക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തക്കാളിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു പിടി മല്ലിയിലയും ഒരു പിടി പുതിനയുടെ ഇലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 1 കിലോ ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ബീഫ് ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗ്രേവി റൈസ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ 1.5 കപ്പ് വെള്ളം ചേർത്ത് ബീഫ് വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഇത് കുക്കർ മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 4 വിസിലടിച്ച് ബീഫ് വേവിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ ഒരു 4 വിസിലാണ് അടിക്കുന്നത്. നിങ്ങളുടെ കുക്കറിൻ്റെ അനുസരിച്ചും ബീഫിൻ്റെ വേവിനനുസരിച്ചും വിസിലിൻ്റെ എണ്ണത്തിൽ മാറ്റം വരുത്താവുന്നതാണ്. ഇപ്പോൾ കുക്കർ ഇവിടെ വിസിലൊക്കെ വന്ന് അതിൻ്റെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. ബീഫ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീഫിൻ്റെ കഷ്ണങ്ങളൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ കഷ്ണം ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഗ്രേവി നമുക്കൊന്ന് അളന്ന് നോക്കണം. അതിനനുസരിച്ച് വേണം നമുക്ക് റൈസിലേക്കുള്ള വെള്ളത്തിൻ്റെ അളവ് തീരുമാനിക്കാനായിട്ട്. ഇനി നമുക്ക് റൈസ് വേവിക്കാനായിട്ട് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു 5 ഗ്ലാസ് റൈസാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ജീരകശാല റൈസ്. അത് ഞാൻ 20 മിനിറ്റ് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ 5 കപ്പ് റൈസിന് 10 കപ്പ് വെള്ളമാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. പക്ഷെ കുക്കറിലായതുകൊണ്ട് ഞാനൊരു 1/4 കപ്പ് കുറച്ചിട്ട് 9.25 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ബീഫിൻ്റെ ഗ്രേവി ഒരു 2 കപ്പ് ഗ്രേവിയാണ് ഉണ്ടായിരുന്നത്.
ബാക്കി 7.25 കപ്പ് ചൂടുവെള്ളവും പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള റൈസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് ഞാൻ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4 ഡ്രോപ്പ് പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയുടെ ഇലയും പുതിനയുടെ ഇലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ബീഫിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് കുക്കർ വിസിലില്ലാണ്ട് വേണം മൂടി അടച്ച് വെക്കാനായിട്ട്. അത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 7 മിനിറ്റാണ് നമുക്ക് വേവിക്കേണ്ടത്. ലോ ഫ്ലെയിമിൽ വേണം വേവിച്ചെടുക്കാനായിട്ട്. വിസിൽ വെക്കാണ്ട് നോക്കണം. ഇപ്പോൾ ഒരു 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റിന് ശേഷം കുക്കർ തുറന്ന് നോക്കാം. അപ്പോൾ 10 മിനിറ്റിന് തുറന്ന് നോക്കുമ്പോൾ ചോറ് വേവായ പോലെ ഉണ്ടെങ്കിൽ, വെന്തിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒരു 2-3 മിനിറ്റും കൂടി ഒന്ന് മൂടി വെച്ച് കൊടുത്തതിന് ശേഷം തുറന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ 10 മിനിറ്റിന് ശേഷം ഞാൻ കുക്കർ തുറന്ന് നോക്കിയിട്ടുണ്ട്. നമ്മുടെ റൈസൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നന്നായിട്ടുണ്ടാവുക. നമുക്ക് തോന്നും ഇത് വെന്ത് കുഴഞ്ഞു പോയിട്ടുണ്ടോയെന്ന്. പക്ഷെ നന്നായിട്ട് തന്നെ നമ്മുടെ റൈസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെന്തിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒന്നും കൂടി ഒന്ന് മൂടി വെച്ച് കൊടുത്താൽ മതി. ഒരു 2-3 മിനിറ്റൊക്കെ മൂടി വെച്ച് കൊടുത്ത് തുറന്ന് ഞാനൊരു പാത്രത്തിലേക്ക് നമ്മുടെ ബീഫ് ബിരിയാണി മാറ്റി കൊടുത്തിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും നമ്മുടെ സവാള വറുത്തതൊക്കെ ചേർത്ത് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുക്കർ ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കുക്കർ ബീഫ് ബിരിയാണിയാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.